KSRTC നേരിട്ട് നടത്തുന്ന പുക പരിശോധനാ കേന്ദ്രത്തിൽ വൻ തട്ടിപ്പ്. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പരിശോധനയില്ലാതെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നും. കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്കും പുതിയ ബസ്സുകൾക്കും ഒരേ തോതിലുള്ള പുകയുടെ സർട്ടിഫിക്കറ്റ് രേഖകൾ. ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ്. ഏറെ കൊട്ടിഘോഷിച്ചാണ് തിരുവനന്തപുരത്ത് KSRTC സ്വന്തമായി പുകപരിശോധനാ കേന്ദ്രം ആരംഭിച്ചത്. യാത്രാ ഫ്യൂവൽസ് എന്ന പേരിൽ തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന പുകപരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നത് പൂർണ്ണമായും തട്ടിപ്പാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന KSRTC ഓർഡിനറി ബസ്സിന് തിരുവനന്തപുരത്ത് നിന്നും പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ബസിന്റെ നമ്പർ പതിപ്പിച്ച ഒരു ഫോട്ടോയുടെ പിൻബലത്തിലാണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പരിശോധന നടത്തുമ്പോൾ നടത്തേണ്ട എല്ലാ മാനദണ്ഡങ്ങളും KSRTC പുകപരിശോധനാ കേന്ദ്രം അട്ടിമറിക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തം. KSRTC പുകപരിശോധനാ കേന്ദ്രത്തിന്റെ മറ്റൊരു അത്ഭുത സൃഷ്ടി ഇനി കാണുക. ഇത് 1989 KSRTCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസ്സാണ്. ഇതിലെ പുകയുടെ തോതും 2016 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിന്റെ പുകയുടെ തോതും ഒരേ അളവിലാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഇതും വലിയ തട്ടിപ്പാണ്. വാഹനപുക പരിശോധന നടത്തുമ്പോൾ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ക്ലോസ് ഫോട്ടോയും അകലെ നിന്നുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോയും വാഹനവും പുകപരിശോധനാ കേന്ദ്രവും തമ്മിൽ കാണാവുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിയമം. ഇതും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു. സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുക. പുകപരിശോധനാ കേന്ദ്രത്തിന്റെ കസേരയും വാതിലുകളും കാണിക്കുന്ന വീഡിയോയാണ് KSRTCയുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ നിന്നും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്നത് KSRTC ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് ഇതിലൂടെ വ്യക്തം. ഇത്തരക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഗതാഗത മന്ത്രി തന്റെ വകുപ്പിലെ തട്ടിപ്പിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. വിനീഷ്, ജനം, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും ശരിയാണ്. വിനീഷ്, KSRTC നേരിട്ട് നടത്തുന്ന പുകപരിശോധനാ കേന്ദ്രത്തിലാണ് ഇങ്ങനെയുള്ള വ്യാപകമായ തട്ടിപ്പ്, വ്യാപകമായ ക്രമക്കേട്. ഇത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് എന്നതിനുള്ള ഒരു സ്ഥിരീകരണം കൂടിയാവുകയാണ് ഈ ദൃശ്യങ്ങളും വാർത്തകളും, അല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ഈ വാർത്ത എന്ന് പറയുന്നത് KSRTCയുടെ ഒരു വലിയ തട്ടിപ്പാണ്, അല്ലെങ്കിൽ KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒരു വലിയ തട്ടിപ്പാണ്. കാരണം ഈ പുകപരിശോധനാ കേന്ദ്രത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇവിടെ നിലനിൽക്കേണ്ട നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്നു എന്നതും കൂടി ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. അധികാരവും സർക്കാർ സംവിധാനത്തിലുമുള്ള ഒരു സ്ഥാപനവുമാണെന്ന രീതിയിൽ KSRTCയിലെ ഈ പുകപരിശോധനാ കേന്ദ്രത്തിൽ നടത്തുന്നത് വലിയ തട്ടിപ്പാണ് എന്നതാണ് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കാരണം നമുക്ക് നമ്മുടെ വാർത്ത സംരക്ഷണം പ്രേക്ഷകർക്ക് മുന്നിൽ ചെയ്തപ്പോൾ തന്നെ കൃത്യമായി അതിൻ്റെ രേഖകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, മാനന്തവാടിയിൽ ഓർഡിനറി സർവീസ് നടത്തുന്ന ബസ് തിരുവനന്തപുരത്തെത്തിച്ച് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി എന്നാണ് KSRTCയുടെ അവകാശവാദം. പക്ഷേ അത്തരത്തിലൊരു നടപടി, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആ ബസ് എത്താതെ തന്നെ ആ ബസ്സിന്, ഓർഡിനറി ബസ്സിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വ്യാജമായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു എന്നതാണ്. ഒരു പരിശോധനയും കൂടാതെ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന KSRTC ബസ്സിൻ്റെ ഫോട്ടോ തിരുവനന്തപുരം
തിരുവനന്തപുരം വികാസ് ഭവന് സമീപത്തുള്ള PMCയുടെ വികാസ് ഭവന് സമീപത്തുള്ള KSRTCയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന പുകപരിശോധനാ കേന്ദ്രത്തിലേക്ക് ആ ഫോട്ടോ അയക്കുന്നു. ആ ഫോട്ടോയുടെ പിൻബലത്തോടുകൂടി അവിടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ആ ബസ്സിൻ്റെ പുറകുഭാഗത്തെ നമ്പർ പ്ലേറ്റ് പതിച്ച ആ ഫോട്ടോ നൽകുന്നതിലൂടെ ആ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള നടപടി KSRTCയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റു നിരവധി പ്രശ്നങ്ങൾ, യാത്രക്കാർ യാത്ര ചെയ്യുമ്പോൾ അവർ അപകടത്തിലേക്ക് വരെ എത്താവുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി ആ പൊല്യൂഷൻ കേന്ദ്രത്തിൽ നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ബസ്സുകൾ ഈ KSRTCയുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ എത്തിക്കാതെ അവിടെ വലിയ തട്ടിപ്പ് നടത്തി പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒരു തട്ടിപ്പ്. മറ്റൊന്ന് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, നമ്മൾ മറ്റു രേഖകൾ, നിരവധി രേഖകൾ നമ്മൾ പരിശോധിച്ചു KSRTC ബസ്സുകളുടെ. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1989 രജിസ്റ്റർ ചെയ്ത KSRTC ബസ്സിനും ഒപ്പം തന്നെ 2016 രജിസ്റ്റർ ചെയ്ത KSRTC ബസ്സിനും, ഇത് രണ്ടും ഡീസൽ ബസ്സാണ്, ഈ രണ്ട് ഡീസൽ ബസ്സിൻ്റെയും പുകപരിശോധന തോത് എന്ന് പറയുന്നത് ഒരേ അനുപാതത്തിലാണ്. കാരണം അവിടെ പരിശോധന നടത്താതെ തന്നെ ഈ പുകപരിശോധന സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന് ഇതിൽ നിന്ന് വ്യക്തം. ഏറ്റവും പ്രധാനമെന്ന് പറയാൻ സാധിക്കുന്നത്, അത്തരത്തിൽ നമ്മൾ 2006 ബസ്സിൻ്റെ പുകപരിശോധന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു. സമാനമായ രീതിയിൽ 2011 ബസ്സിലെ പുകപരിശോധന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നു. എല്ലാത്തിൻ്റെയും പുകപരിശോധന തോത് എന്നതിൻ്റെ അനുപാതം നോക്കുമ്പോൾ ഒരേ തരത്തിലാണ്. അപ്പോൾ അത് പരിശോധിക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് നൽകി അതിൽ വലിയ തട്ടിപ്പ് നടന്നു. യാതൊരു തരത്തിലുള്ള പരിശോധനയും നടത്തുന്നില്ല. പരിശോധന നടത്തി എന്ന് വരുത്തി തീർത്ത് അത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്നത് വ്യക്തം. കാരണം ഏതാനും ചില ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. ഒരു ആസൂത്രിതമായ നീക്കം, ഇതിലൂടെ വലിയ ഒരു അഴിമതി, വലിയ ഒരു പണപ്പിരിവ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. കാരണം ഇതിന്റെ ചുമതലക്കാർ KSRTCയുടെ ജീവനക്കാരാണ്. വിനീഷിലേക്ക് എത്താം. ഇപ്പോൾ VTOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ്, ഇത്തരത്തിൽ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടാണ് KSRTCയിൽ നടക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ KSRTC നേരിട്ട് നടത്തുന്ന പുകപരിശോധനാ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള വൻ തട്ടിപ്പ് നടക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ആദ്യമായിട്ട് ജനം TVക്ക് 1000 അഭിവാദ്യങ്ങൾ നേരുന്നു ഇതുപോലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതിന്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആദ്യമായി ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ നേരുന്നു. പറയാം. കേരളത്തിലെ പുകപരിശോധനാ കേന്ദ്രങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്നത്. അതെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെന്റിന്റെ കേൾക്കാം, പറഞ്ഞോളൂ. കേന്ദ്ര ബേസിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് പുകപരിശോധനാ കേന്ദ്രങ്ങൾ. അതെ. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ആവശ്യങ്ങൾ പുതുതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് ദിനം പ്രതി ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KSRTCയിൽ പുതുതായി മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പ്രവർത്തനത്തെ ഞങ്ങൾ അതിനെ എതിരെ പോവുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നത്, ഞങ്ങൾ ഒരുപാട് പരാതികൾ കൊടുത്ത വിഷയങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ OTT നിലവിൽ വന്നതിന് ശേഷം വ്യാജമായി ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും സർട്ടിഫിക്കറ്റുകളുടെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളുടെ മുമ്പിലൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പം ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് കേരളത്തിൽ തന്നെ സർക്കാരിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിന്റെ മറ്റ് മേഖലയിലെ KSRTC വാഹനങ്ങൾക്ക് ഒരു മാനദണ്ഡവുമില്ലാണ്ട് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു പരിശോധനയും ഇല്ലാതെയാണ്. വലിയ ക്രമക്കേട്, തട്ടിപ്പ്, ഒരു അഴിമതി തന്നെയാണ് ഇതിന് പിന്നിലല്ലേ?
തീർച്ചയായിട്ടും അഴിമതി തന്നെയാണല്ലോ. ആരാണ് ഇതിനെ കൂട്ടുനിൽക്കുന്നത് എന്നത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഇതിനുവേണ്ടി ആരൊക്കെ ഒത്താശ ചെയ്തു അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് സംഘടനാ നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഇപ്പോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണൻ അമ്പാടി കൂടി ചേരുകയാണ്. ശ്രീ കൃഷ്ണൻ അമ്പാടി, ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പരിശോധനയും ഉണ്ടാകുന്നില്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ ചേർന്നോ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പോ ക്രമക്കേട് നടത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് KSRTC പോലുള്ളൊരു ബോർഡിൽ അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ അനുമതിയോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നു എന്ന് തന്നെയാണ് സ്വാഭാവികമായും സംശയിക്കേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ പുകപരിശോധന നടക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ ഈ മേഖലയിൽ ഒരുപാട് അഭ്യസനങ്ങൾ വന്നു നമ്മളെ എന്താ പറയാ ഞെരുക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളതൊക്കെ തയ്യാറാണ്, അത് അംഗീകരിക്കാൻ തയ്യാറുമാണ്. അത് ഈ നവംബർ 17 മുതൽ OTP സമ്പ്രദായം ഡൽഹി ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ കേരളത്തിൽ നടപ്പിലാക്കി. അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ OTP കിട്ടാത്ത വാഹനങ്ങൾ ഒരുപാടുണ്ടാവും. അതായത് വിദേശ രാജ്യങ്ങളിലുള്ളത്, മരിച്ചുപോയ ആളുകളുള്ളത്. ഈ വാഹനങ്ങളൊക്കെ ഹരിയാനയിലേക്കും UP-യിലേക്കും ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് ഇങ്ങനത്തെ സ്റ്റേറ്റുകളിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങൾ നേരിട്ട് ഈ വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ ഞാനൊരു വണ്ടി അയച്ചു കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ട് പോലും യാതൊരു നടപടി ഉണ്ടായില്ല. അപ്പൊ അതിനേക്കാട്ടും ഭീകരമായിട്ട് നമ്മളുടെ നാട്ടിൽ ഈ കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ അത് നടന്നതിലല്ല. അവിടെ എല്ലാതര വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്, പബ്ലിക്കിന്റെ വാഹനം പരിശോധിക്കുന്നുണ്ട്. പക്ഷെ ഏത് വാഹനം പരിശോധിച്ചാലും ഒരേ റീഡിംഗ് വരുന്നു. ഞങ്ങൾ ഈ വയനാട്ടിൽ ഉള്ള മാനന്തവാടിയുള്ള ഡിപ്പോയിലെ വണ്ടികൾ സാധാരണ പുകപരിശോധിക്കുന്ന സെന്ററുകളിൽ എത്താതിരുന്നപ്പോൾ ഞങ്ങൾ തന്നെ ഒരു അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വാഹനങ്ങളെ പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പൊ ഈ മാനന്തവാടി ലോക്കലായിട്ട് ഓടുന്ന ഈ KSRTCകൾ ഒരു കാരണവശാലും തിരുവനന്തപുരം വരെ ഇത്രയും 15,000 രൂപയോളം ഡീസൽ ചെലവാക്കിയിട്ട് പുക പരിശോധിക്കാൻ പറ്റില്ല. അതെ, ശ്രീ കൃഷ്ണൻപാടി, ഇവിടെ സ്വാഭാവികമായി വരുന്നൊരു സംശയമുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് പിന്നിലെ ഒരു കാരണം എന്താണ്? സ്വാഭാവികമായും ഒരു ക്രമക്കേട്, പണം തന്നെയാണ് ഇതിന് പിന്നിൽ. പക്ഷേ ഗതാഗത മന്ത്രി എല്ലാ തരത്തിലും പരിശോധന നടത്തുന്നു വരുത്തി തീർക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല വിഷയത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, അന്യ സംസ്ഥാനത്ത് വരുന്നതിന് ഞങ്ങൾ ക്ലീൻ എവിഡൻസ് കൊടുത്തിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല. പിന്നെ ഇത് KSRTCന്റെ വരുമാനം വർദ്ധിപ്പിക്കുക, ലാഭം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യത്തിൽ എന്താ വെച്ചാൽ ഇവിടെ ഈ പരിശോധിക്കപ്പെടുന്ന വാഹനങ്ങൾ ഇപ്പോ ഏത് വാഹനമായാലും അതിലൊരു OTP സമ്പ്രദായം ഉണ്ട്, ഇല്ലേ? ആ ഒരു മാനന്തവാടിയുള്ള KSRTCക്ക് അവിടുത്തെ ഡിപ്പോയിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേരിലാണ്. അല്ലാതെ കേരളം മുഴുവൻ 10,000-കണക്കിന് KSRTC വാഹനങ്ങൾക്ക് ഒരാൾ OTP പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനമല്ല. അതാത് ഡിപ്പോയിലുള്ള ആളുകൾ ഈ OTP പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ആ ഉദ്യോഗസ്ഥനും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കേരളത്തിലുള്ള പല KSRTCകൾ, അതായത് പല ജില്ലകളിലും ഇത് ചില ആളുകൾ മാത്രം എതിർത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനത്തെ ഈ ഓഡിറ്റിംഗ്, അതായത് മോണിറ്ററിംഗ് ഉണ്ട്. മോണിറ്ററിംഗ് ചെയ്യുന്ന ആളുകള് ഇതിന് നടപടി എടുക്കുന്ന പേടിയുള്ള ആളുകൾ ഇതിന് ഏർപ്പെട്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീ കൃഷ്ണൻപാടി. ഈ ഒരു സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വീണ്ടും വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ ക്രമക്കേട്, വ്യാപകമായ തട്ടിപ്പ്, പക്ഷേ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. മന്ത്രിതലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല, സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഇത് അങ്ങനെ പോവുകയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചത് പ്രധാന കാര്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തുള്ള വാഹനങ്ങൾ മറ്റു സംസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടത്തി വാഹനങ്ങൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം മന്ത്രിയുടെ മുന്നിലേക്ക്, ശ്രദ്ധയിലേക്ക് അസോസിയേഷൻ ഭാരവാഹികൾ എത്തിച്ചു. ഒപ്പം ഈ തട്ടിപ്പ്, നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ വാർത്ത എന്ന് പറയുന്നത് മന്ത്രിയുടെ വകുപ്പിലെ തന്നെ, അതേ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ നടത്തുന്ന തട്ടിപ്പാണ്. ആ തട്ടിപ്പിൽ എന്ത് നടപടിയാണ് മന്ത്രി സ്വീകരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിൻ്റെ ചില മാനദണ്ഡങ്ങളും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ, ഈ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ ഭാഗമായി ഈ ഫോട്ടോയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് നിയമങ്ങളുടെ, നിബന്ധനകളുടെ ഭാഗമാണ്. കാരണം ഈ പൊല്യൂഷൻ സ്ഥാപനവും
അതിന് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനവും ഒരുമിച്ച് വരുന്ന തരത്തിൽ ആ വീഡിയോ ദൃശ്യം പകർത്തി ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് നിയമം. ആ നിയമം പോലും ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പൊല്യൂഷൻ ഓഫീസിൻ്റെ KSRTCയുടെ കീഴിൽ വികാസ് ഭവന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഈ പൊല്യൂഷൻ ഓഫീസിനകത്തുള്ള മേശയുടെയും കസേരയുടെയും അവിടെയുള്ള കമ്പ്യൂട്ടറിൻ്റെയും ദൃശ്യമാണ് ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ദൃശ്യങ്ങളായി ഇവരുടെ ഈ സൈറ്റിലേക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ വാർത്തയുടെ ഭാഗമായി പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതൊക്കെ ഒരു വലിയ തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നാഴികയ്ക്ക് 40 വട്ടം ഗതാഗത നിയമം പരസ്യമായി മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്ന മന്ത്രിയുടെ വകുപ്പിലാണ് ഇത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള ഗുരുതരമായ വൻ തട്ടിപ്പ് നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് പ്രധാനം. ഏറ്റവും ഗൗരവമുള്ള വിഷയവും അതാണ്. വ്യാപകമായ പരിശോധനകൾ നടക്കുന്നു, ഒരു തരത്തിലുള്ള ക്രമക്കേടും അനുവദിക്കില്ല എന്ന് പറയുന്ന ഗതാഗത മന്ത്രി. പക്ഷേ ഇതൊന്നും കാണുന്നില്ല. ആ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ടാണ് വ്യാപകമായ അഴിമതി നടത്തുന്നത്, തട്ടിപ്പും ക്രമക്കേടും നടത്തുന്നത്. എന്നിട്ടും മന്ത്രി എന്തുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നു? അവിടെയും ചില സന്ദേഹങ്ങൾ, സംശയങ്ങൾ സ്വാഭാവികമായും ഉയരുകയാണ്. വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.